ഹായ് ഹലോ പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാലാഖമാർ, കർത്താവിൻ്റെ ദൂതന്മാർ. കർത്താവിൻ്റെ ദൂതന്മാരും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാം? രണ്ടും സർവശക്തനായ ദൈവത്തിൻ്റെ അതിമഹത്തായ രണ്ട് സൃഷ്ടികളാണ്. ഒന്ന്, കർത്താവ് മനുഷ്യനെ കാക്കേണ്ടതിന് ദൈവത്തിൻ്റെ ദൂതുകളെ, മെസ്സേജുകളെ മനുഷ്യരിൽ എത്തിക്കേണ്ടതിന്, കർത്താവിനെ ആരാധിക്കേണ്ടതിന്, സ്തുതിക്കേണ്ടതിന് സ്വർഗത്തിലാക്കി വച്ചിരിക്കുന്നു. രണ്ട്, കർത്താവ് തന്നെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും മാനിച്ച് തൻ്റെ ശ്വാസത്താൽ ഉണ്ടാക്കി ഭൂമിയിലാക്കിയിരിക്കുന്ന മനുഷ്യർ. ഈ രണ്ടിലും കർത്താവിന് എപ്പോഴും പ്രിയപ്പെട്ടത് മനുഷ്യർ തന്നെയാണ്. അത് കർത്താവിൻ്റെ ജീവശ്വാസം നമ്മുടെ ഓരോരുത്തരുടെയും മൂക്കിലുള്ളത് കൊണ്ടാവണം. അവനിൽ നിന്ന് അവൻ്റെ പാതി ആയതുകൊണ്ടാവണം. അതുകൊണ്ടല്ലേ പലപ്പോഴും വീണിട്ടും പലപ്പോഴും മറുത്ത് പറഞ്ഞിട്ടും നമ്മളെയെല്ലാം നശിപ്പിക്കാതെ ഇന്നും കർത്താവ് ജീവനോടെ വച്ചിരിക്കുന്നത്. വീണുപോയിടത്തു നിന്ന് ഓരോ പ്രാവശ്യവും കർത്താവ് കൈപിടിച്ച് നമ്മളെ ഉയർത്തിയത്. കർത്താവ് നമ്മുടെ പാപങ്ങളെ ഓർമ്മ വച്ചാൽ നമ്മളിൽ ആരും ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ അവശേഷിക്കുകയില്ല. എബ്രായർ 2:16 പറയുന്നു, ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത്. ഹല്ലേലൂയ. സ്വന്തം മൂക്കിലെ ശ്വാസം കൊണ്ട് നിർമ്മിച്ച നാം കർത്താവിനെ എത്രത്തോളം മഹിമപ്പെടുത്തുന്നു, കർത്താവിന് എത്രത്തോളം മഹത്വം കൊടുക്കുന്നു. ഓർക്കുക, കർത്താവിൻ്റെ സൃഷ്ടിയിൽ കർത്താവ് കൂടുതൽ സ്നേഹിക്കുന്ന നമുക്ക് അനുദിനം കർത്താവിന് സ്തുതിയെങ്കിലും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ജന്മം കൊണ്ട് എന്ത് പ്രയോജനം?